ട്രിപ്പ് പോകാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ നിങ്ങള് വെറും 150 രൂപ എണ്ണ അടിച്ചിട്ട് നോക്ക് കുറെ നാളെ വിചാരിക്കുന്നു ആമസോൺ വ്യൂ പോയിന്റ് ഒന്ന് പോയി കാണാമെന്ന്. ഇത്ര അടുത്ത് കിടന്നിട്ട് പോലും ഇതുവരെ പോയി കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം. വീട്ടിൽ നിന്നാകെ 42 കിലോമീറ്റർ ഉള്ളൂ. എന്നിട്ടും നമ്മൾ 4 മണിക്ക് നേരത്തെ തന്നെ ഇറങ്ങി. സൺറൈസ് ആണ് മെയിൻ ഉദ്ദേശം. അണ്ണേ കിളി പോയി. എല്ലാ പ്രാവശ്യം ലേറ്റ് ആയി വരുന്നവനാണ്. ഈ പ്രാവശ്യം നേരത്തെ ശ്യാമിന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനൊരു 300 രൂപയ്ക്ക് എണ്ണ അടിച്ചു കൊടുത്തു. ചെക്കൻ ഹാപ്പിയോട്ടെ. ഓക്കെ, ചായ കുടിച്ചിട്ട് പോവാ. നമ്മളിപ്പം 5 ആയപ്പോൾ ഒതായി എത്തിക്കുന്നു. എടാ ഹെൽത്തിക്കുട്ട അവിടെ കൊമ്പാട് നല്ല തിരക്കാണ്. നല്ല ക്രൗഡ് ഉണ്ട്. നല്ല ക്ലൗഡ് ബെഡും ഉണ്ട്. 6 മണിയായി സമയം. 6:25 സൺറൈസ്. ടൈം 6:12. അത്യാവശ്യം നടക്കാനുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അത് കണ്ടാൽ പോരാ, നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട വേറെ ഒന്ന്. വിചാരിച്ച മാതിരിയല്ല, അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. പിന്നെ നടത്തം നമുക്കൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒപ്പം വന്നവരൊക്കെ ആദ്യമേ മുന്നിൽ പോയിട്ടുണ്ട്. 1 മണിക്കൂറായി. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. ആൾമോസ്റ്റ് ഞാൻ മണ്ടയിലെത്തിയപ്പോൾ ഏകദേശം 40 മിനിറ്റോളമായി. അതിരാവിലെ കയറിയതുകൊണ്ട് അധികം ക്രൗഡ് മണ്ടയിലെത്തിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ട്രിപ്പ് പോകാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ മടിയന്മാരെ. ഒരു 100 രൂപ 150 രൂപ എണ്ണ അടിച്ചിട്ട് ഞങ്ങൾ വന്ന സ്ഥലം നിങ്ങൾ നോക്ക്. തലേന്ന് മഴ പെയ്തുകൊണ്ട് ഒരു നല്ല ക്ലൗഡ് ബെഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നത്. പക്ഷെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്താ വ്യൂ! 9 മണിയായപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. ഇപ്പോൾ അടുത്ത പ്ലാൻ എന്താണെന്നുള്ള പരിപാടിയൊന്നുമില്ല. എന്തായാലും കാണാം. അങ്ങനെ ആമസോൺ എന്തായാലും പോയി വന്നു. ഇനി നല്ല ചൂട് പൊറോട്ടയും ചൂട് ബീഫ് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏനുണ്ട്? പൊറോട്ടയും കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പം ബൈ.